കെ സുധാകരന്റെ ആക്രോശ പ്രസംഗം കാര്യമാക്കണ്ട എന്നും കോൺഗ്രസ് വിട്ടവരെ CPIM സംരക്ഷിക്കുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയിരിക്കുകയാണ്. കോഴിക്കോട് ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വിട്ടവർക്ക് CPIM നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ. ജനങ്ങൾക്ക് അന്യമായ തെറ്റായ പ്രവണത ഈ പാർട്ടി വെച്ചു പൊറപ്പിക്കില്ല. ആത്മഹത്യ ചെയ്ത NM വിജയന്റെ കുടുംബത്തിന്റെ കടം കോൺഗ്രസ് തന്നെ വീട്ടണം. കടം കോൺഗ്രസ് വീട്ടിയില്ല എങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുമെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറയുകയാണ്. ഒരു വികസനവും കേരളത്തിൽ പാടില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. SDPI, മുസ്ലിം ലീഗ്, ജമാഅത്ത് ഇസ്ലാമി എന്നിവർ ഇടതുപക്ഷത്തെ എതിർക്കുകയാണ്. കോൺഗ്രസ് എത്ര കാലം വർഗീയതയ്ക്കൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം ചോദിക്കുകയാണ്. കോൺഗ്രസിൽ ചർച്ച ആരാണ് മുഖ്യമന്ത്രിയാവുക എന്നുള്ള കാര്യത്തിലാണ്. ചാൻസ് കിട്ടിയാൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവാൻ ശ്രമിക്കുമെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നുണ്ട്. VD സതീശനും സുധാകരനും ചെന്നിത്തലയും ശശി തരൂരും വേണുഗോപാലും തമ്മിൽ തല്ലാണ്. ശശി തരൂർ എഴുതിയ ലേഖനം തെറ്റാണെന്ന് കോൺഗ്രസും ഉറച്ചു നിൽക്കുന്നു എന്ന് തരൂരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോണിയയും രാഹുലിനെയും കണ്ടിട്ടും നയം മാറ്റിയിട്ടില്ല. ഇൻവെസ്റ്റ്മെന്റ് സംഗമത്തിൽ VD സതീശൻ പ്രസംഗം കേട്ട് നിൽപ്പുണ്ട്. അടുത്ത തവണയും LDF വരുമെന്നും അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ BJP വിട്ടുവരുന്ന പ്രവർത്തകരെയും ഗോവിന്ദൻ മാസ്റ്റർ അഭിനന്ദിച്ചിരിക്കുകയാണ്. RSSും സംഘപരിവാറും കൊലക്കത്തി താഴെ വെക്കണമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുകയാണ്. ആയുധം താഴെ വെച്ച് സംഘപരിവാർ സമാധാനത്തോടെ പ്രവർത്തിക്കണമെന്നും CPIMലേക്ക് കൂടുതൽ ആളുകൾ ചേരുന്നതിന്റെ വിരോധമാണ് സംഘപരിവാറിനെന്നും റാന്നി പെരുന്നാട്ടിൽ കൊല്ലപ്പെട്ട ജിതിന് അന്തിമോപചാരം അർപ്പിച്ച ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെരുന്നാട്ടിലെ CITU പ്രവർത്തകന്റെ കൊലപാതകത്തിലെ പ്രതികളിൽ DYFIക്കാർ ഉണ്ട് എന്നുള്ള പ്രചാരണം ശുദ്ധ അസംബന്ധമാണ് എന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. എതിർപക്ഷത്തിന്റെ പ്രചാരണങ്ങൾക്ക് ചില മാധ്യമങ്ങളും കൂട്ടുനിൽക്കുന്നുവെന്നും കുറ്റപ്പെടുത്തിയ അദ്ദേഹം ഇത്തരം കൊലപാതകങ്ങൾ കൊണ്ട് CPIMനെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നും പറഞ്ഞ കാര്യം തന്നെയായിരുന്നു. ജിതിൻ ജനങ്ങളോടൊപ്പം നിന്ന പ്രവർത്തകനാണ് എന്നും സംഘപരിവാറിന്റെ ക്രിമിനൽ സംഘമാണ് ജിതിനെ കൊലപ്പെടുത്തിയതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജിതിന്റെ കൊലപാതകത്തിൽ ശക്തമായി പ്രതിഷേധിക്കുന്നുവെന്നും ജനകീയ പ്രതിരോധമാണ് പാർട്ടി ലക്ഷ്യം വെക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെയായിരുന്നു.